അന്ന് എലീമലേക്കിന്റെ ജീവിതത്തിൽ വലിയൊരു ക്ഷാമം ഉണ്ടാകാനിടയായി. അത് ആഹാരത്തിനു വേണ്ടിയുള്ള ക്ഷാമം മാത്രമായിരുന്നില്ല, മറിച്ച് എന്താണെന്നറിയാമോ? വിശ്വാസത്തിന്റെ ക്ഷാമമായിരുന്നു, ആത്മീയതയുടെ ക്ഷാമം. നല്ലൊരു ആത്മീയത ഉണ്ടായിരുന്നുവെങ്കിൽ അവൻ നല്ല തീരുമാനം എടുക്കുമായിരുന്നു. വിശ്വാസമുണ്ടായിരുന്നുവെങ്കിൽ നല്ല തീരുമാനമെടുക്കുമായിരുന്നു. കേൾക്കുക, ആ നാട്ടിൽ എല്ലാവരും ക്ഷാമത്തിൽ കൂടി കടന്നു പോകുമ്പോൾ ഒരേയൊരുവൻ എടുത്തുചാടി തീരുമാനമെടുത്തു, തെറ്റായ തീരുമാനമെടുത്തു. ദൈവം ഉണ്ടായിരിക്കുന്നതായ സ്ഥലത്തു നിന്നും, ദൈവം തിരഞ്ഞെടുത്തതായ സ്ഥലത്തു നിന്നും വിട്ട് ദൂരേക്ക് പോകണം എന്നുള്ള തെറ്റായ തീരുമാനം എടുക്കുവാനിടയായി. അപ്പോൾ ഭാര്യയായിരുന്നതായ നവോമി ഒരുപക്ഷേ ഒരു തടസ്സം പറയുകയായിരുന്നെങ്കിൽ, നോക്കുക, നമുക്ക് ഇപ്പോൾ എടുത്തുചാടി തീരുമാനം എടുക്കേണ്ട എന്ന് പറഞ്ഞിരുന്നുവെങ്കിൽ, കുറേയൊക്കെ ബുദ്ധിപരമായി പറഞ്ഞിരുന്നുവെങ്കിൽ ഈ കുടുംബം നശിക്കാനിടവരുമായിരുന്നില്ല. നമ്മളവിടെ പോവുകയാണെങ്കിൽ നല്ലതായിരിക്കും എന്ന് പറഞ്ഞപ്പോൾ തന്നെ എല്ലാം പാക്ക് ചെയ്തു. അതിൻ്റെ പ്രതിഫലം എന്താണ്? ഇന്ന് ഭർത്താവ് നഷ്ടമായിരിക്കുന്നു, രണ്ടാൺമക്കളും നഷ്ടമായിരിക്കുന്നു, ഏകാഗിയായിരിക്കുകയാണ്. എന്നാൽ പ്രിയ സഹോദരങ്ങളെ, നിങ്ങൾ ശ്രദ്ധിക്കുക, ഇവിടെ ആരാണോ വിശ്വാസത്തോടുകൂടി, ആരാണോ ദൈവത്തിൽ ആഴമായ ആശ്രയമുള്ളവരായി, ദൈവം നമ്മെ അടിച്ചാലുമില്ലെങ്കിലും എല്ലാം നല്ലതിനാണ്, ആ ദൈവത്തിൻ്റെ പാദങ്ങൾ പിടിച്ചുകൊണ്ട് ഈ പ്രശ്നത്തെ നേരിടാം. ആ ദൈവത്തിൻ്റെ സഹായത്തോടുകൂടി ഈ ക്ഷാമത്തെ നമുക്ക് നേരിടാം. ഇപ്പോൾ വന്നിരിക്കുന്ന പ്രശ്നത്തിന് കാരണക്കാർ നമ്മളാണ് എന്ന് മനസ്സിലാക്കിക്കൊണ്ട്, തെറ്റു മനസ്സിലാക്കിക്കൊണ്ട് ദൈവത്തോട് നമുക്ക് അപേക്ഷിക്കാം എന്ന് പറഞ്ഞുകൊണ്ട് ആ ഗ്രാമത്തിൽ അനേകം ആളുകൾ ക്ഷാമം കടന്നു വന്ന സമയത്ത് ദൈവത്തിൽ ആശ്രയിക്കാനിടയായി. ഇത് കേവലം ആഹാരത്തിൻ്റെ ക്ഷാമം മാത്രമല്ല, മറിച്ച് ആത്മീയതയുടെ ക്ഷാമമാണ്. ഈ സമയത്ത് നമുക്ക് ദൈവത്തിൻ്റെ പാദപീഠത്തിൽ വീഴാം, ദൈവത്തോട് നമ്മുടെ തെറ്റുകൾ ഏറ്റുപറഞ്ഞ് ക്ഷമ ചോദിക്കാം എന്ന് പറഞ്ഞുകൊണ്ട് ആ ദേശത്തിൽ ബാക്കിയുണ്ടായിരുന്ന ആളുകൾ നിന്നുപോയി. ആരാണോ ദൈവത്തിൽ പൂർണ്ണമായും ആശ്രയിച്ചത്, ആരാണോ ദൈവം തന്നെ നമുക്ക് ഉത്തരം നൽകുമെന്ന് പറഞ്ഞ് വിശ്വസിച്ചത്, ആരാണോ എന്തെല്ലാം സംഭവിച്ചാലും ഈ കഷ്ടതയുടെ നടുവിൽ ദൈവത്തിൽ തന്നെ ആശ്രയിച്ച് ഞങ്ങൾ നേരെ നിൽക്കും, ദൈവം നമ്മെ തീർച്ചയായും വിടുവിക്കുമെന്ന വിശ്വാസത്തോടുകൂടി, ഉറച്ച ആശ്രയത്തോടുകൂടി നിന്നത്, വേദപുസ്തകത്തിൽ പറയുന്നു, അവർക്ക് ആഹാരം കൊടുക്കുവാനായിട്ട് ദൈവം ആ ദേശത്തെ ദർശിക്കുവാനിടയായി. ദൈവത്തിന് മഹത്വമുണ്ടാകട്ടെ. ഇന്ന് നമ്മുടെ മധ്യയിൽ അങ്ങനെയുള്ള ആരെങ്കിലും ഉണ്ടോ? കഷ്ടതയിൽ കൂടി കടന്നുപോകുന്നു, ബുദ്ധിമുട്ടിൽ കൂടി കടന്നുപോകുന്നു, ആരോടും പങ്കുവയ്ക്കുവാൻ കഴിയാത്തതായ സങ്കടത്തിൽ കൂടിയാണ് കടന്നുപോകുന്നത്, ആരോഗ്യ പ്രശ്നങ്ങൾ കൂടി കടന്നുപോകുന്നു, മരുന്നുപയോഗിച്ചിട്ടും കുറയാത്തതായ രോഗമാണ് അനുഭവിക്കുന്നത്, ദുർമാർഗിയായ ഭർത്താവിനോടൊപ്പമാണ് ജീവിച്ചുകൊണ്ടിരിക്കുന്നത്, ഒരു ദുഷ്ടയായ ഭാര്യയോടൊപ്പമാണെന്ന് ജീവിക്കുന്നത്, നരകം അനുഭവിക്കുകയാണ്. എന്നാൽ ഭർത്താവിനെ ഞാൻ ഉപേക്ഷിക്കാൻ ആഗ്രഹിക്കുന്നില്ല, ഭാര്യയെ ഉപേക്ഷിച്ച് കളയുവാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല. ഈ നരകത്തിൽ തന്നെ ദൈവത്തിൻ്റെ പാദപീഠങ്ങൾ വിശ്വാസത്തോടുകൂടി ദൈവം ഒരു മാറ്റം കൊണ്ടുവരുവാനിടയാകും. വിശ്വാസത്തോടുകൂടി ഇരിക്കുകയാണ്. ഒരു ദിവസം വരും എന്ന് വിശ്വസിക്കുന്നു. ഒരു ദിവസം ഞാനൊരു ഗ്രാമത്തിൽ വചനശുശ്രൂഷയ്ക്കായിട്ട് കടന്നുപോയപ്പോൾ ആ ദേശത്തിൽ പ്രായമുള്ള ഒരു മനുഷ്യൻ എന്നെ വന്ന് കണ്ടു. പറയുകയാണ്, ദേവദാസ, ഈ നാട്ടിൽ ആദ്യമായി രക്ഷിക്കപ്പെട്ട വ്യക്തി ഞാനാണ്. എൻ്റെ ബന്ധുക്കളെല്ലാവരും എന്നെ വെറുത്തു, എല്ലാവരും എന്നെ നിന്ദിക്കാനിടയായി, എന്നാൽ എൻ്റെ വിശ്വാസത്തെ ഞാൻ കാത്തു. അപ്പോൾ അങ്ങയുടെ ഭാര്യ രക്ഷിക്കപ്പെട്ടതാണോ? ഇല്ല, അവൾക്കിത് വിശ്വാസമേയല്ല. ഇഷ്ടപ്പെടുന്ന ഭർത്താവിനോടൊപ്പം തന്നെ കുടുംബജീവിതം നയിക്കുന്നത് ഈ കാലത്ത് പലർക്കും ബുദ്ധിമുട്ടാണ്. എത്രയോ പേരാണ് വളരെ സ്നേഹിച്ച് ഇഷ്ടപ്പെട്ട് വിവാഹം കഴിക്കുന്നത്, അതിനുശേഷം കഷ്ടപ്പെട്ടാണ് ജീവിതം നയിക്കുന്നത്. ശരിയാണോ അല്ലയോ? ഇഷ്ടപ്പെട്ട് വിവാഹം കഴിച്ചുവെങ്കിൽ സന്തോഷത്തോടെ കുടുംബജീവിതം നയിക്കണ്ടേ? ശരിയല്ലേ? വിവാഹം കഴിയുന്നത് വരെയാണ് ഇവരുടെ ഇഷ്ടങ്ങൾ, വിവാഹം കഴിയുന്നത് വരെയാണ് ഇവരുടെ സ്നേഹങ്ങൾ, അതിനുശേഷം പിന്നെ കഷ്ടതയാണ്. തൻ്റെ ഭാര്യ തൻ്റെ വിശ്വാസത്തെ അംഗീകരിച്ചില്ല, വളരെ കഷ്ടതയിൽ കൂടി കടന്നുപോവുകയാണ്. പിന്നെ നിങ്ങൾ എന്താണ് ചെയ്തത്? നിങ്ങളുടെ ഭാര്യ നിങ്ങളെ തെറ്റിദ്ധരിച്ചിരിക്കുകയില്ലേ? ഭാര്യയ്ക്ക് നിങ്ങളെ മനസ്സിലാക്കുവാനായിട്ട് കഴിയുന്നില്ല. പിന്നെ എന്താണ് സംഭവിച്ചത്? എന്താണ് ചെയ്തത്? അയാൾ പറയുകയാണ്, എൻ്റെ ഭാര്യയുടെ മാറ്റത്തിനു വേണ്ടി ഞാൻ പ്രാർത്ഥിച്ചു. ഞാനൊരു വിശ്വാസം, എൻ്റെ ഭാര്യയ്ക്ക് മറ്റൊരു വിശ്വാസം, ജീവിതം നരകതുല്യമായിരുന്നു. യെസ്, രണ്ടുപേരും വിശ്വാസികളായിരിക്കുമ്പോൾ തന്നെ നരകതുല്യമായി മാറിയ കുടുംബങ്ങൾ ഇല്ലേ? എന്നാൽ ശ്രദ്ധിക്കുക,
ആ കുടുംബത്തെ ദൈവം ദർശിച്ചു. ആ പ്രായമുള്ള മനുഷ്യൻ എന്നോട് സംസാരിച്ച് ഇപ്രകാരം പറയുകയാണ്, എൻ്റെ ഭാര്യയെ ദൈവം ദർശിച്ചു. എൻ്റെ ഭാര്യയും രക്ഷിക്കപ്പെടാനിടയായി. ഇന്ന് ഞാൻ കുടുംബമായി ദൈവത്തെ ആരാധിക്കുകയാണ്. എൻ്റെ ഭാര്യ എന്നെ അംഗീകരിക്കുന്നില്ല, എൻ്റെ വിശ്വാസത്തെ അംഗീകരിക്കുന്നില്ല എന്ന് പറഞ്ഞ് ഞാൻ നിരാശപ്പെട്ടില്ല. അവൾക്ക് വേണ്ടി ഞാൻ പ്രാർത്ഥിച്ചു. ഇന്നെത്രയോ കുടുംബക്കാർ ഇങ്ങനെയുള്ളവരുണ്ട്. ഞാൻ ചോദിച്ചു, എത്ര നാൾ ഇങ്ങനെ പ്രാർത്ഥിച്ചു? 24 വർഷങ്ങൾ പ്രാർത്ഥിച്ചു. മനസ്സിലാകുന്നുണ്ടോ? ഭാര്യ നല്ലവളായിരുന്നില്ല. അയാൾ പറയുകയാണ്, ഞാൻ സഹിച്ചു. എത്ര കാലമാണ്? 24 വർഷം. ഈ കാലത്ത് ഭർത്താവിന് കുറച്ച് കോപമുണ്ടെങ്കിൽ, ഭാര്യ എന്തെങ്കിലും ഒരു ദുഷ്ടപ്രവൃത്തി ചെയ്യുകയാണെങ്കിൽ പരസ്പരം ഇവർ സഹിക്കുന്നില്ല. ഇവരുടെ മാറ്റത്തിന് വേണ്ടി ദൈവത്തിൻ്റെ സന്നിധിയിലിരുന്ന് പ്രാർത്ഥിക്കുവാനായിട്ട്, അപേക്ഷിക്കുവാനായിട്ട് കഴിയുന്നില്ല. ഒരേ ഒരു ആഗ്രഹം എന്താണെന്ന് വെച്ചാൽ, വേർപിരിയണം, ഇവളോടൊപ്പം ജീവിക്കാൻ എനിക്ക് കഴിയില്ല, ഇയാളോടൊപ്പം ഞാൻ ജീവിക്കില്ല, എങ്ങനെയെങ്കിലും ഈ പ്രശ്നത്തിൽ നിന്ന് തലയൂരണം. പ്രശ്നമുണ്ടാക്കുന്ന ഭാര്യയെ അല്ലെങ്കിൽ ഭർത്താവിനെ ഒഴിവാക്കണമെന്നുള്ള ചിന്തയല്ലാതെ ഈ പ്രശ്നത്തെ പരിഹരിക്കാമെന്നുള്ളതായ വിശ്വാസം എവിടെയാണ്? നീ അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന കഷ്ടതകൾക്കെല്ലാം ദൈവം ഒരു വിടുതൽ നൽകും എന്നുള്ള വിശ്വാസം എവിടെ? എല്ലാവരും എലിമേലെക്കിനെ പോലെയുള്ളവരായിരുന്നില്ല. ബാക്കിയുള്ളതായ ആളുകൾ ആ ദേശത്ത് താമസിച്ചു പോയവരുണ്ട്. ബൈബിളിൽ പറയുന്നു, അവരെ ആരെയാണ്? ആരാണോ? ദൈവം ഞങ്ങൾക്ക് മറുപടി തരും. ദൈവം ഞങ്ങളോട് കരുണ കാട്ടും. ഈ ക്ഷാമത്തിൻ്റെ കാരണം ഞങ്ങളൊക്കെ തന്നെയാണ്. ഇങ്ങനെ വിശ്വസിച്ചുകൊണ്ട് ആ ദേശത്തെ വിട്ടുപോകാതെ ദൈവത്തിൻ്റെ പാദപീഠത്തിൽ പ്രാർത്ഥനയോടെ കാത്തിരിപ്പോടെ ഇരിക്കുവാനിടയായവരില്ലേ, അവരെ ദൈവം ദർശിച്ചു. ഇന്ന് നമ്മുടെ മധ്യയിൽ അങ്ങനെയുള്ളവരുണ്ടോ? ഇതിനു മുമ്പ് ഞാൻ പറഞ്ഞതുപോലെ ദൈവത്തിൻ്റെ കരുണയ്ക്ക് വേണ്ടി, ദൈവത്തിൻ്റെ മറുപടിക്ക് വേണ്ടി, ദൈവത്തിൻ്റെ സമയത്തിനു വേണ്ടി കാത്തിരിക്കുന്നവർ ഉണ്ടോ? എങ്കിൽ നിങ്ങൾക്ക് ശുഭവാർത്ത. ദൈവം നിശ്ചയമായിട്ടും നിങ്ങളെ താമസിയാതെ ദർശിക്കുവാനിടയാകും. നിശ്ചയമായിട്ടും നിങ്ങളുടെ വിശ്വാസത്തിനനുസരിച്ചുള്ളതായ പ്രതിഫലം ദൈവം നൽകുവാൻ പോവുകയാണ്. അതിൽ യാതൊരു സംശയവും ഇല്ല. അവൻ തന്നിൽ ആശ്രയിക്കുന്നവരെ തള്ളിക്കളയുന്ന ദൈവം അല്ല. പരിശുദ്ധ ദൈവമേ, അങ്ങിൽ വിശ്വസിക്കുന്നവരുടെ ജീവിതത്തിൽ എത്രയോ അത്ഭുതങ്ങൾ ചെയ്യുന്ന ദൈവമാണ് നീ. കർത്താവേ, നിന്നിൽ വിശ്വസിക്കുന്നവരുടെ ജീവിതത്തിൽ ഏതു രീതിയിലാണോ നീ അവർക്ക് വിടുതൽ കൊടുത്ത് അവരുടെ ക്ഷാമത്തിൽ നിന്നും വിടുവിക്കുന്നതെന്ന് ബൈബിളിൽ ഞങ്ങൾ വായിച്ചു. കർത്താവേ, അതുപോലെ ഈ ദിവസം എലീമേലെക്കിനെ പോലെ അങ്ങേ വിട്ട് അകന്നു പോകാതെ പരീക്ഷണത്തിൽ, കഷ്ടതയിൽ, പരിശോധനകളിൽ, അനേകം പ്രശ്നങ്ങളുടെ നടുവിലും നിന്റെ പാദങ്ങളിൽ വീണുകൊണ്ട് നിന്റെ മറുപടിക്കു വേണ്ടി കാത്തിരിക്കുന്ന നിന്റെ മക്കളുടെ വിശ്വാസത്തെ കാണണമേ. നീയല്ലാതെ ഞങ്ങൾക്ക് മറ്റൊരാശ്രയമില്ല എന്ന് പറഞ്ഞ് നിലവിളിക്കുകയാണ്. ഇങ്ങനെയുള്ളവരെ വേഗത്തിൽ തന്നെ നീ ദർശിക്കണമേ. വേഗത്തിൽ തന്നെ അവരുടെ കണ്ണുനീരിനെ തുടച്ചു നീക്കിക്കൊണ്ട്, അവരുടെ അപമാനത്തെ ഇല്ലാതാക്കിക്കൊണ്ട്, നിന്ദയ്ക്കും അപമാനത്തിനും പകരമായി മാനവും ഉയർച്ചയും എല്ലാ മക്കൾക്കും കൊടുക്കണമേ എന്ന് യേശുക്രിസ്തുവിന്റെ നാമത്തിൽ അപേക്ഷിക്കുന്നു പിതാവേ. ആമേൻ.